കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന കൊല്ലം കസബ ജയിൽ ഇനി പൈതൃക സ്മാരകം. ജയിൽ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന കൊല്ലം താലൂക്ക് ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതോടെയാണ് പൈതൃക സ്മാരകമായി സംരക്ഷിക്കാൻ തീരുമാനിച്ചത്. ഇതാണ് കൊല്ലത്തെ ആ കസബ ജയിൽ. വിചാരണ തടവുകാരനായിരുന്നപ്പോഴും സ്വയം ഹെഡ് കോൺസ്റ്റബിളായി ബഷീറിന് തോന്നിയ ജയിൽ. തീപ്പെട്ടിക്കുള്ളി രണ്ടായി കീറി വീടി കത്തിച്ച് 5 പുകയെടുത്ത് കുറെ പോലീസ് കഥകൾ എഴുതാൻ ബഷീറിനെ പ്രേരിപ്പിച്ച ജയിൽ. കൊല്ലം താലൂക്ക് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന ജയിൽ കെട്ടിടം ഇനി പൈതൃക സ്മാരകമായി സർക്കാർ സംരക്ഷിക്കും. അതും ബേപ്പൂർ സുൽത്താന്റെ ഓർമ്മകൾ വീണ്ടെടുത്ത്. വൈക്കം മുഹമ്മദ് ബഷീർ ഇവിടെ കസ്ബ ജയിലിൽ ഈ താലൂക്ക് ഓഫീസിനോട് ചേർന്ന് തന്നെയാണ്. ഇവിടെ അദ്ദേഹത്തിന് തടവിലിട്ടിരുന്നു കുറച്ച് ദിവസം. അപ്പോൾ അതാണ് ഇത് ചരിത്ര സ്മാരകമായിട്ട് അല്ലെങ്കിൽ പൈതൃക സ്വത്തായിട്ട് സംരക്ഷിക്കാനുള്ള കാരണം. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1941 രാജ്യദ്രോഹ കുറ്റത്തിന് വിചാരണ തടവുകാരനായി ബഷീർ കസബ ജയിലിലെത്തുന്നത്. കസബ ജയിലിലെയും സെൻട്രൽ ജയിലിലെയും ഓർമ്മകളിൽ നിന്നാണ് ബഷീർ മതിലുകൾ എഴുതുന്നതും. കഥകളുടെ സുൽത്താന് അങ്ങനെ കൊല്ലത്തും ഒരു സ്മാരകമുയരുകയാണ്, ഒപ്പം മതിലുകൾ എന്ന കഥയ്ക്കും. ക്യാമറാമാൻ ഷിജു ജോറയ്ക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ, കൊല്ലം.